ഹായ് എവരിവൺ, എല്ലാവർക്കും സൈബർടെക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് DSLR ക്യാമറ ഒരു കമ്പ്യൂട്ടർ വെബ് ക്യാം ആക്കി മാറ്റാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൂം മീറ്റിങ്ങിന് ഉപയോഗിക്കാം, MS ടീംസിന് ഉപയോഗിക്കാം, സ്കൈപ്പിന് ഉപയോഗിക്കാം, ഏതൊരു വിൻഡോസ് ആപ്ലിക്കേഷൻസ് വെബ് ക്യാം യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കാനോൺ ക്യാമറ ഉണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക, കാരണം കാനോണിൻ്റെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിക്കോണിൻ്റെയും എല്ലാത്തിനും ഈ ഒരു യൂട്ടിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക, കാനോണിൻ്റെ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു കാനോൺ ക്യാമറ ഈ ഓൺലൈൻ കോൺഫറൻസിങ്ങിനും വീഡിയോ കോൾസിനും അതുപോലെ സൂം മീറ്റിങ്ങിനും എല്ലാം എങ്ങനെ ഒരു വെബ് ക്യാമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് തുടർന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. നമുക്കപ്പോൾ എങ്ങനെ ഹൈ ക്വാളിറ്റി വെബ് ക്യാം ഒരു DSLR യൂസ് ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എനിക്കുള്ളത് കാനോണിന്റെ ക്യാമറയാണ്, 200D Mark II, അല്ലെങ്കിൽ ഇത് US ചെല്ലുമ്പം റെബൽ SL3 എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ കവറിൽ, നിങ്ങളുടെ ക്യാമറയുടെ കവറിൽ നോക്കി അല്ലെങ്കിൽ പാക്കേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അതിനുള്ള എല്ലാ പേരും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ അതിൻ്റെ റെബൽ SL3 അല്ലെങ്കിൽ 200D Mark II അല്ലെങ്കിൽ കിസ് 10 എന്നാണ് അതിൻ്റെ ഒരു പല രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കാനോണിൻ്റെ വെബ്കാം യൂട്ടിലിറ്റിക്ക് വേണ്ടി കാനോൺ വെബ്കാം യൂട്ടിലിറ്റി എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് US നിന്നാണ്. ഇന്ത്യയിൽ ഈ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ അല്ല, അതുകൊണ്ട് US വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ US വെബ്സൈറ്റിൽ നമ്മൾ കയറി EOS Webcam Utility വെബ്സൈറ്റ് കണ്ടു. തൊട്ട് താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നമുക്ക് ഏതാണ് നമ്മുടെ മോഡൽ എന്ന് സെലക്ട് ചെയ്യണം. എൻ്റെത് ഇതാണ് മോഡൽ, റെബൽ SL3 ആണ്. സെലക്ട് ചെയ്തു. നിങ്ങളുടെ വേറെ മോഡലാണെങ്കിൽ അത് നിങ്ങൾ മാറി സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് എൻ്റെ ക്യാമറ. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോക്കുമ്പോൾ ഇവിടെ ഡ്രൈവേഴ്സ് ആൻഡ് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് നമ്മുടെ EOS Webcam Utility Beta 9.0. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ പോകണം. 1 MB ഉള്ളൂ, 1.5 MB. ഡൗൺലോഡ് സ്റ്റാർട്ടായി, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഡൗൺലോഡ് കഴിഞ്ഞു, ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. സിമ്പിൾ ആണ് ഇൻസ്റ്റലേഷൻ. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, ഐ അഗ്രി, നെക്സ്റ്റ്. ഇൻസ്റ്റലേഷൻ ഈസ് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ നമ്മുടെ വെബ്കാം യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി. ഇനി നമ്മൾ ക്ലോസ് ചെയ്യുക. ക്യാമറ ഞാൻ ബാറ്ററി സെറ്റാക്കി വെച്ചേക്കുവാണ്, ഞാൻ കണക്ട് ചെയ്യാൻ പോവാണ്. ക്യാമറ നമ്മൾ ട്രൈപോഡിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇനി കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് USB മൈക്രോ കേബിൾ ആണ്. അപ്പോൾ നിങ്ങളുടേത് ഏത് കേബിളാണ് ചെക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് PC-ലോട്ട് നിങ്ങളുടെ USB കേബിൾ ക്യാമറ കണക്ട് ചെയ്യുക. ഇവിടെ കണക്ട് ചെയ്യുക. ഞാൻ എൻ്റെ കേബിൾ കണക്ട് ചെയ്തു. അത് ഞാൻ ഇനി എൻ്റെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ പോകണം. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. ക്യാമറ കണക്ട് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു. അപ്പോൾ നമുക്കിനി ചെയ്യാൻ പോകുന്നത് നമ്മളിനി എങ്ങനെ സൂം യൂസ് ചെയ്ത് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാം നിങ്ങൾ വീഡിയോ മോഡിലാക്കുക. നിങ്ങളുടെ ക്യാമിൽ 2 മോഡുണ്ട്, ഒന്ന് ഫോട്ടോഗ്രാഫി മോഡും അതുപോലെ വീഡിയോ മോഡും. നിങ്ങൾ ആ ക്യാം വീഡിയോ മോഡിൽ തന്നെ ആക്കി വെക്കുക. നമ്മൾ വെബ്കാം യൂട്ടിലിറ്റി ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ക്യാമറ ടേൺ ഓൺ ചെയ്യുക. ടേൺ ഓൺ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ മോഡിലാക്കുക. നമ്മൾ എപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഏത് മോഡ് എടുക്കുന്നു ആ മോഡിലോട്ട് നമ്മുടെ ക്യാമറ സ്വിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഫ്രണ്ട് ക്യാപ്പ് മാറ്റുക ലെൻസിന്റെ. അപ്പോൾ നമ്മൾ വീഡിയോ മോഡ് ആക്കുക, ലെൻസിന്റെ ക്യാപ്പ് മാറ്റുക, USB ആയിട്ട് കമ്പ്യൂട്ടറുമായിട്ട് USB വഴി കണക്ട് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു സൂം മീറ്റിംഗിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽ വെച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് സൂം മീറ്റിംഗിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷനിലും വിൻഡോസ് OS നിങ്ങൾക്ക് ഈ വെബ്കാം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണിക്കാം. ഞാൻ ഇനി ഒരു ന്യൂ മീറ്റിംഗ് എടുത്തു. ക്യാമറ ഷട്ടർ അടിച്ചു. ഇപ്പൊ കണ്ടില്ലേ, ക്യാമറ ഓപ്പൺ ആയി. എന്നെ കാണുന്നത് നിങ്ങൾ ഈ സൂമിൻ എന്റെ DSLR ക്യാമറ വഴിയാണ്. നിങ്ങളെ പ്രൂഫ് ചെയ്തും കാണിക്കാം. ഞാനൊരു വീഡിയോ മൊബൈൽ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ എന്റെ ഞാനിപ്പോൾ ഇരിക്കുന്നത് DSLRന്റെ മുന്നിലാണ്. അപ്പോൾ എന്നെ റെക്കോർഡ് ചെയ്യുന്നതും DSLR ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എത്രമാത്രം നല്ലതാണ്. നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ വെബ്കാം, ലാപ്ടോപ്പ് വെബ്കാമിനെ കാട്ടി നല്ലത് ഈ ഒരു നമ്മുടെ
DSLR തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ DSLR ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ ആണ് ഇത് ഇൻസ്റ്റാളേഷനും അതിന്റെ കോൺഫിഗറേഷനും എല്ലാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ ബാക്കി കാണാം, എങ്ങനെ അതിന്റെ കോൺഫിഗറേഷനും സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ക്യാമറയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോ സെലക്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉണ്ടല്ലേ ക്യാമറ ബട്ടണിന് താഴെ ഉണ്ട്, ആ ക്യാമറ ബട്ടൺ എടുത്തിട്ട് നിങ്ങളുടെ പഴയ ക്യാമറ മാറ്റിയിട്ട് നിങ്ങളുടെ പുതിയ ക്യാമറ സെലക്ട് കൊടുക്കുക. ഇപ്പൊ 2 ക്യാമറ എനിക്കിവിടെ കാണിക്കുന്നുണ്ട് കണ്ടില്ല താഴെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ മാറും. അപ്പൊ നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് EOS Webcam Utility സെലക്ട് ചെയ്താൽ Canon സെലക്ട് ആവും, DSLR വർക്ക് ചെയ്യും. അതല്ല നിങ്ങളുടെ ട്രഡീഷണൽ ക്യാമറ വർക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്റ്റേണൽ വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലുള്ള ക്യാമറയാണോ വർക്ക് ചെയ്യേണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള ക്യാമറ സെലക്ട് ചെയ്യാം. അപ്പോൾ സിമ്പിൾ ആണ്. നമുക്ക് ഇത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എനേബിൾ HD വീഡിയോ ആക്കാൻ പറ്റും, മിറർ മൈ വീഡിയോ ആക്കാൻ പറ്റും, ടച്ച് അപ്പ് മൈ അപ്പിയറൻസ് ആക്കാൻ പറ്റും. അങ്ങനെ കുറെ സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബോയ മൈക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോയിസും നല്ല ക്വാളിറ്റിയിൽ റെക്കോർഡ് ആവും. അപ്പോൾ ഇത്ര സിമ്പിൾ ആണ് ഈ ഒരു സൂമിലോട്ട് നമ്മൾ DSLR കണക്ട് ചെയ്യുന്നത്. അല്ല ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. സ്കൈപ്പ് ആണോ ടീംസ് ആണോ, നിങ്ങളുടെ വീഡിയോ ക്യാം ഏതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് എല്ലാത്തിലും നമുക്ക് EOS എന്നുള്ളൊരു EOS Webcam Utility Webcam ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വരും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വെബ്കാം നമുക്ക് ഹൈ ക്വാളിറ്റി ഹൈ ഡെഫിനിഷനിൽ നമുക്ക് ഒരു വെബ്കാം നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോകൾ കാണുക, പഴയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്.